തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുൻനിര നായികമാരിൽ ഒരാളായ തമന്ന ഭാട്ടിയയ്ക്ക് നിയമ പോരാട്ടത്തിൽ തിരിച്ചടി. പ്രമുഖ സോപ്പ് ബ്രാൻഡായ പവർ സോപ്പ് കമ്പനിക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട താരം സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. കരാർ ലംഘനം ആരോപിച്ച് വർഷങ്ങളായി നടന്നുവന്ന നിയമയുദ്ധത്തിനാണ് ഇതോടെ അന്ത്യമായത്. തമന്നയുടെ സിനിമാ കരിയറിന്റെ തുടക്കകാലത്താണ് ഈ വിവാദങ്ങൾക്ക് ആധാരമായ കരാർ ഒപ്പിടുന്നത്. 2005-ൽ പവർ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി തമന്ന നിയമിതയായി. അന്ന് തെന്നിന്ത്യൻ സിനിമയിൽ വളർന്നു വരുന്ന താരമായിരുന്ന തമന്നയുമായി നിശ്ചിത കാലയളവിലേക്കായിരുന്നു കമ്പനി കരാർ ഉണ്ടാക്കിയിരുന്നത്. കരാർ കാലാവധി അവസാനിച്ച ശേഷവും കമ്പനി തന്റെ ചിത്രങ്ങൾ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു തമന്നയുടെ പ്രധാന പരാതി. ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളിലും ഹോർഡിങ്ങുകളിലും ദൃശ്യമാധ്യമങ്ങളിലും തന്റെ ചിത്രം അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുന്നത് തുടരുകയാണെന്ന് താരം കോടതിയിൽ വാദിച്ചു. തന്റെ പ്രശസ്തിയെയും കരിയറിനെയും ഈ നടപടി ദോഷകരമായി ബാധിക്കുന്നുവെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. ഒരു സെലിബ്രിറ്റിയുടെ ചിത്രം അവരുടെ അനുമതിയില്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും തമന്നയുടെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കമ്പനി തന്റെ ചിത്രം ഉപയോഗിച്ച് വലിയ ലാഭം ഉണ്ടാക്കിയെന്നും അതിനാൽ തനിക്ക് അർഹമായ പ്രതിഫലവും നഷ്ടപരിഹാരവും നൽകണമെന്നുമായിരുന്നു ആവശ്യം. 1 കോടി രൂപയാണ് താരം നഷ്ടപരിഹാരത്തിനായി കോടതിയിൽ ആവശ്യപ്പെട്ടത്. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എസ് തമിഴ് സെൽവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ തമന്നയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി കോടതി നിരീക്ഷിച്ചു. കരാർ കാലാവധിക്ക് ശേഷവും കമ്പനി നിയമവിരുദ്ധമായി ചിത്രങ്ങൾ ഉപയോഗിച്ചുവെന്ന് സ്ഥാപിക്കാൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ താരത്തിന് സാധിച്ചില്ല. ഏത് കാലയളവിലാണ് എവിടെയൊക്കെയാണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കേവലം വാമൊഴി മാത്രമാണെന്നും വസ്തുതാപരമായ തെളിവുകൾ കൊണ്ട് അവയെ പിന്തുണയ്ക്കാൻ ഹർജിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം അനുവദിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് ബെഞ്ച് അറിയിച്ചു. തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായ തമന്നയ്ക്ക് ഈ വിധി വലിയൊരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. സെലിബ്രിറ്റികൾ ബ്രാൻഡ് കരാറുകൾ ഏർപ്പെടുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ചും തെളിവുകൾ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ വിധി ചർച്ചകൾക്ക് വഴിവെക്കുന്നു. സിനിമാ താരങ്ങളും വൻകിട കമ്പനികളും തമ്മിലുള്ള ഇത്തരം തർക്കങ്ങൾ മുൻപും കോടതികളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായ രേഖകളുടെയും കരാർ പകർപ്പുകളുടെയും അഭാവത്തിൽ പലപ്പോഴും താരങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. 2005-ലെ കരാർ ആയതിനാൽ തന്നെ അതിന്റെ കാലാവധിയെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും ഇരുഭാഗത്തും വ്യത്യസ്തമായ വാദങ്ങളാണ് നിലനിന്നിരുന്നത്. ഡിജിറ്റൽ യുഗത്തിന് മുൻപുള്ള കരാർ ആയതിനാൽ അതിലെ വ്യവസ്ഥകൾ പലപ്പോഴും സങ്കീർണമായിരുന്നു. പവർ സോപ്പ് കമ്പനി തങ്ങളുടെ വാദത്തിൽ തമന്നയുടെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. തങ്ങൾ കരാർ ലംഘനം നടത്തിയിട്ടില്ലെന്നും നിയമപരമായ എല്ലാ നടപടികളും പാലിച്ചാണ് മുന്നോട്ടു പോയതെന്നും കമ്പനി അധികൃതർ കോടതിയെ ബോധിപ്പിച്ചു. സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകളിൽ താരങ്ങളുടെ റൈറ്റ് ടു പബ്ലിസിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ഇത് കോടതിയിൽ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ അനിവാര്യമാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു. തമന്നയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കേവലം പണത്തിന് വേണ്ടിയുള്ളതല്ലെന്നും തന്റെ വ്യക്തിത്വത്തെയും അഭിനയ ജീവിതത്തെയും ബാധിക്കുന്ന വിഷയമാണെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കോടതി വിധി പകർപ്പ് വന്നതോടെ താരത്തിന് ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷനുകൾ മാത്രമേ മുന്നിലുള്ളൂ. ഈ കേസ് സിനിമാ മേഖലയിലെ കരാർ നടപടികൾ കൂടുതൽ സുതാര്യത കൊണ്ടുവരണമെന്ന ആവശ്യത്തിന് കരുത്തു പകരുന്നു. താരങ്ങൾ ഒപ്പിടുന്ന ഓരോ കരാറും ഭാവിയിൽ നിയമക്കുരുക്കുകളിൽ പെടാതിരിക്കാൻ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി മറ്റ് സമാനമായ കേസുകളെയും ബാധിച്ചേക്കാം. പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന താരങ്ങൾ തങ്ങളുടെ ചിത്രങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കാൻ പ്രത്യേക ഏജൻസികളെ ഏർപ്പെടുത്തുന്ന കാലത്താണ് തമന്നയ്ക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. നിലവിൽ തെന്നിന്ത്യൻ സിനിമകളിലും ബോളിവുഡിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് തമന്ന. ബാഹുബലി പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലൂടെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട താരത്തിന്റെ ഈ നിയമ പോരാട്ടം ആരാധകർക്കിടയിലും വലിയ ചർച്ചയായിരുന്നു. കേസ് തള്ളിയതോടെ പവർ സോപ്പ് കമ്പനിക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. 1 കോടി രൂപയുടെ ബാധ്യതയിൽ നിന്ന് കമ്പനി ഇതോടെ മുക്തമായി. എന്നാൽ തങ്ങളുടെ ബ്രാൻഡ് ഇമേജിന് ഈ വിവാദം ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ തമന്നയോ അവരുടെ PR ടീമോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഹർജി തള്ളിയ സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് സിനിമാ ലോകം ഉറ്റുനോക്കുകയാണ്. ചുരുക്കത്തിൽ തെളിവുകളുടെ അഭാവം ഒരു സെലിബ്രിറ്റിയുടെ ന്യായമായ വാദങ്ങളെ പോലും കോടതിയിൽ ദുർബലമാക്കാം എന്നതിന്റെ ഉദാഹരണമായി ഈ കേസ് മാറുന്നു. നിയമ പോരാട്ടങ്ങളിൽ വൈകാരികതയേക്കാൾ വസ്തുതകൾക്കാണ് മുൻതൂക്കമെന്ന ഈ വിധി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.